ഹലോ അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ എല്ലാവർക്കും അപ്പൊ എല്ലാവർക്കും ഈദ് മുബാറക് കേട്ടോ. ഞങ്ങളെ കുടുംബത്തിന്റെ ഇല്ലേ. അപ്പൊ ഇപ്രാവശ്യം ഞങ്ങള് മെയിലാഞ്ചി ഒന്നും ഇട്ടില്ല. കഴിഞ്ഞ കൊല്ലം ഞങ്ങള് മെയിലാഞ്ചി ഒക്കെ മുന്നിൽ ഇട്ട് ഒരുങ്ങി. ഇതെന്തോ ഒരു ഇതുണ്ടോ, വെളിച്ചത്തിന്റെ ചെറിയൊരു പ്രശ്നം. അപ്പൊ നമ്മള് ഐജമോക്ക് നമ്മള് മെയിലാഞ്ചി ഒക്കെ ഇട്ടെടുത്ത് സുന്ദരിയാക്കിനല്ലേ. അവൾ ഉടുപ്പ് കാണിച്ചു, എന്റെ ഉടുപ്പ് കാണിച്ചു. അങ്ങനെ കാണും കുറേ ആയിട്ടോ. അപ്പൊ ഞങ്ങള് വീഡിയോ ഒക്കെ ചെയ്തിട്ടില്ല. ചിന്നു നോമ്പ് പിന്നെ ഞാൻ അവിടെ ഇങ്ങോട്ട് പോകുന്നേരം വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ ഞങ്ങൾ വിചാരിച്ചിരുന്ന പേര് പിന്നെ അങ്ങനെ കൊയക്കൂത്തൊക്കെ അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ ഞങ്ങൾ വീഡിയോ എടുത്തില്ല. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു പെരുന്നാക്ക് അങ്ങോട്ട് വീഡിയോ എടുക്കോളും മെയിലാക്കിട്ട് കാണിച്ചു കേട്ടോ. അയിമലു അയിനൂടെ പറഞ്ഞു കൊടുക്കാൻ നമ്മളെ അയിനൊക്കെ പള്ളിയിൽ പോയിട്ട് ഓല് വന്നിട്ടില്ല അല്ലേ. ഞങ്ങൾ തന്നെ ഉള്ളു കേട്ടോ. പെരയിൽ ഓല് വന്നിട്ടില്ല. അളിയനും കുട്ടികളും എത്തിട്ടോ ഈ ആഴ്ച. അപ്പൊ ഐശമ്മും ഉണ്ട് കേട്ടോ. ഞങ്ങളപ്പം ഒന്ന് വീഡിയോ എടുക്കാനല്ലേ. അപ്പൊ ഞങ്ങൾ വിചാരിച്ചിരുന്ന പെരുന്നാക്ക് എടുക്കാന്ന് കരുതിയാണ്. പിന്നെ ഞങ്ങൾ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പൊ പെരുന്നാക്ക് ഇപ്പൊ ഞങ്ങൾ കുളി നാനൊക്കെ കഴിഞ്ഞിട്ടാണ് വീഡിയോ എടുക്കണത്. അപ്പൊ ചെറുതായിട്ട് ഞങ്ങൾ ഡ്രസ് കോഡാണ് കേട്ടോ. പെരേന്ന് ഇടുന്ന ഡ്രസ്സ് ഇമ്മി ഇവിടുത്തെ ഉമ്മി ചിന്നു ഞാനും നാത്തൂനും ഞങ്ങൾ നാലാളും. ഇന്റേത് കുറച്ചൊന്ന് വേറെ കളറായോ തോന്നുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല അല്ലേ. ബേബിന്റെ വേറെ ഡാർക്ക് ലൈറ്റ് അങ്ങനെ. അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാറക് ഒരിക്കൽ കൂടിയില്ലേ. അപ്പോൾ എന്താണ് നിങ്ങളെ വിശേഷമൊക്കെ? കുറേ ആയില്ല. അപ്പോൾ നമ്മളിങ്ങനെ ഈ ഒരു ഫ്രെയിമിൽ ഇങ്ങനെ കണ്ടിട്ട് കുറേ ആയി. അപ്പോൾ ഇപ്പോൾ ഒന്നാമത് വീഡിയോ ഞങ്ങൾ എടുക്കലില്ല. അപ്പോൾ പെരുന്നാൾക്ക് എടുക്കാന്ന് കരുതി അങ്ങനെ നിന്നതേന് കേട്ടോ. അന്നത്തെ നമ്മൾ ഫുഡ് ബീഫ് കബ്സാട്ടോ, മോളിന്റെ സ്പെഷ്യൽ ആട്ടോ. എങ്ങനെ ഉണ്ടെന്ന് തിന്നോക്കിട്ട് പറയാം അല്ലേ. പിന്നെ സോസൊക്കെ ഞങ്ങൾ അടിച്ചു വെച്ചിട്ടുണ്ട്. നമുക്ക് ചോദിച്ചു നോക്കാം അവലോടെ തിന്നോക്കിട്ട് എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു നോക്കാം. സ്പെഷ്യലാട്ടോ, സാധാ കബ്സൊന്നും അല്ല അല്ലേ. ചിന്നു സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ എങ്ങനെ ബീഫ് കൊണ്ട് കേട്ടോ. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നൊക്കെയാണ് കരുതുന്നത്. ഏതായാലും ഞങ്ങൾ തിന്നോക്കിയിട്ട് പറയാം എങ്ങനെയാണ്. പിന്നെ ഇപ്രാവശ്യം ഞങ്ങൾ പായസം ഉണ്ടാക്കില്ല കേട്ടോ. എല്ലാ പ്രാവശ്യം ഞങ്ങൾ പായസം ഉണ്ടാക്കും. എല്ലാവർക്കും വെള്ളം. അപ്പൊ ജ്യൂസ് ആക്കിട്ടോ. എന്ത് ജ്യൂസ് പറഞ്ഞിട്ട് മാങ്ങ ജ്യൂസ് ആട്ടോ. അപ്പൊ വേറൊരു ഇതും കൂടി ഉണ്ട് കേട്ടോ. ഈ പെരുന്നാൾക്ക് ഞങ്ങൾ ഇപ്രാവശ്യം എങ്ങോട്ട് പോണില്ല. വെള്ളിയാഴ്ചയാണല്ലോ പെരുന്നാള്. സാധാരണ ഞങ്ങൾ ചെറിയ പെരുന്നാൾക്ക് രാവിലെ കുളിച്ചവിടെ മാറ്റിയാടെ തുടങ്ങും നടക്കലില്ലേ. കഴിഞ്ഞല്ലോ നമ്മള് വീഡിയോ എടുത്തിന് ഞങ്ങള്. ഇപ്രാവശ്യം പിന്നെ വെള്ളിയാണ്. പള്ളിയിൽ നിന്ന് ഇറങ്ങി പോയി തിരിച്ചു വരുമ്പോഴത്തേനും പിന്നെ നമ്മളൊന്നും പോയില്ല. അപ്പൊ നേരെ പോട്ടോ. അപ്പൊ ഇപ്രാവശ്യം ഞങ്ങള് പോണില്ലാന്ന് കരുതിയില്ലേ. അറിയില്ല കേട്ടോ. പോകും ഇൻഷാല്ല. അതേപോലെ ഞങ്ങൾ രണ്ടാളും മെയിലാഞ്ചി ഒന്നും ഇട്ടില്ല. ഞങ്ങൾ കുറേ ആയിട്ട് ഇപ്പൊ മെയിലാഞ്ചി നകത്ത് മട്ടണ് ശർക്കര മെയിലാഞ്ചി ഇട്ടോ. ചിന്നു വാങ്ങിയെന്ന. അപ്പോൾ കുറേ ആയിട്ട് ഞങ്ങൾ മെയിലാഞ്ചി ഇടലില്ലേ. എല്ലാ പെരുന്നാൾക്കും ഇടലുണ്ട്. അപ്പൊ ഇപ്രാവശ്യം ഞങ്ങൾ ഇട്ടിട്ടില്ല. അപ്പൊ ഇൻഷാല്ല വലിയ പെരുന്നാൾക്ക് തലേന്ന്. അപ്പൊ ഇന്നലെ എല്ലാം അടിപൊളിയാണ് കേട്ടോ. പൂത്തിരി കത്തിക്കലും നല്ല രസമായിരുന്നു. പടകം പൊട്ടിക്കലും. ഇന്നലെ ഉണ്ടല്ലോ ഒരു മൂഡില്ലേട്ട് ഇങ്ങനെയല്ലേ. നമുക്കൊരു ഉഷാറില്ലേനി. ഇങ്ങനെ സാധനമൊക്കെ ഒരുക്കിനി. പക്ഷെ ഒരു ഇതില്ലേനി. പിന്നെ മാസം കണ്ടപ്പോ നല്ല രസമല്ലേ. സാധനം കൊണ്ടു മാസം കണ്ടില്ല. കണ്ടു പറഞ്ഞാണ്ട് പിന്നെ നല്ല അടിപൊളി. എന്നിട്ടൊക്കെ കൊണ്ടുവന്ന് കത്തിക്കലും കുട്ടികളും എല്ലാവരും ഇതാ ഇത് ഇവല് പള്ളിയിൽ നിന്ന് ഇപ്പൊ വന്നതാട്ടോ. ഡ്രസ്സൊന്നും അയച്ചില്ല അല്ലേ ചിത്തു. പിന്നെ കുപ്പായ കാണിക്കാൻ പറ്റില്ല. അപ്പൊ ഓനെ കാണിച്ചില്ല കേട്ടോ. ഐശമ്മു ഞാനും ഉണ്ട് പറഞ്ഞിട്ടാണ്ട് ഐസമ്മന്റെ ഫുള്ള് കണ്ടില്ലല്ലോ. ബാക്കിട്ട് കട്ടു. ചിരിച്ചുണ്ട്. അപ്പൊ പറയ് ഈദ് മുബാറക് കറി ചിരിക്കുണ്ട്. എന്നോട് പറയൊന്നുമില്ല. ചാടല്ലേ. ഞങ്ങൾ ചിന്നുവിന്റെ റൂമിലാട്ടോ. ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് ഇങ്ങനെ കയറി വന്നതാണ്. അപ്പൊ ഐഷ ഇത് ബേബി വാങ്ങിയെടുത്ത് കൊടുപ്പാ അല്ലേ. ഐഷ ആര് വാങ്ങിയെന്നാ പറയ്. ബേബി വാങ്ങിയെന്ന് ഉടുപ്പൊക്കെ ഇട്ടുന്ന കേട്ടോ. ഞങ്ങള് ചാടല്ലേ. അപ്പൊ ഫുഡൊക്കെ കഴിച്ചിട്ട് ആരും ആണുങ്ങളൊന്നും എത്തിയില്ല കേട്ടോ. അളിയൻ മാത്രമേ എത്തിയുള്ളൂ, മക്കളും. അപ്പൊ ചിന്നുവിന്റെ മകനൊന്നും എത്തിയില്ല കേട്ടോ. അവനൊക്കെ പള്ളിയിൽ പോയത്. ഫോട്ടോ എടുക്കും. ചിലപ്പോ ഫോട്ടോ എടുപ്പിലായിരിക്കും. അപ്പൊ അത് കഴിഞ്ഞിട്ടേ ജോലി ഇങ്ങോട്ട് വരുള്ളൂ. അപ്പോഴാണ് നമ്മൾ ഫുഡ് കഴിക്കാം. പിന്നെ ഫുഡ് കഴിക്കണം വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം അല്ലേ. പിന്നെ ഞങ്ങൾ ഒരുങ്ങിയതും പോണതൊക്കെ കാണിച്ചു തരണ്ടേ കേട്ടോ. നമ്മളെ കബ്സ വിളമ്പലൊടുങ്ങി. മാപ്പിളാരെത്തിയിട്ടൊന്നുമില്ല. വിളമ്പിയൊക്കെ ടേബിൾമൊക്കെ. അപ്പൊ ഇതാണ് നമ്മളെ കബ്സ. ഇത് ഈ കളറല്ല കേട്ടോ. ഫോണിൽ നല്ലൊരു തെളിഞ്ഞ കളറാ കാണുന്നത്. ബീഫ് കബ്സ. ഇത് ചിക്കന്റെ പാർട്സ് ഒക്കെ പൊരിച്ചതാട്ടോ.
ചിക്കൻ പൊടി കേട്ടോ ഞങ്ങൾ ചിക്കൻ കടായി ഉണ്ടാക്കാൻ വിചാരിച്ചു പിന്നെ അത് ബീഫ് കപ്സി ആയതുകൊണ്ട് ചിക്കനെ ഞങ്ങൾ പൊരിച്ചു കേട്ടോ കടായി ആക്കണ്ടെന്ന് കരുതി അപ്പം നമ്മൾ ചോറ് നാൻ പോവാണേ ലേശനോ നമ്മൾ ഫുഡൊക്കെ നിരത്തി കേട്ടോ നമ്മൾ തിന്നാൽ ആൾക്കാർ ഇതുവരെ എത്തിയില്ല ഫുഡ് അളിയ മാത്രമേ എത്തിയിട്ടുള്ളൂ കേട്ടോ നമ്മൾ തിന്നിട്ട് സിത്തുവിനെയാണ് നമ്മൾ ഫുഡ് എങ്ങനെ ഉണ്ട് നോക്കാനാക്കിയത് അല്ലേ സിത്തു ആ സൗണ്ട് ഉണ്ടാക്കല്ല ഐഷ കൊള്ളാവോ ടേസ്റ്റ് ഉണ്ടോ ശരിക്കോ ഇപ്പൊ ഞങ്ങള് തറവാട്ടിക്ക് പോട്ടെ അതിലേണ്ടൊക്കെ ഒന്ന് പോയിട്ട് കുറേ ആയി അപ്പൊ അതിലേണ്ടൊക്കെ ഒന്ന് പോട്ടെ എന്ന് കരുതിയാണ്ട് കുട്ടികൾ മുന്നിക്ക് പോകാൻ കേട്ടോ ഭാഷന്റെ ഒപ്പം പോയിക്കണം ഞങ്ങള് എന്താ പെരുന്നാളിന് ഞങ്ങൾ അയലോക്കത്ത് കൂടെ ഒക്കെ പോയിട്ട് പോരാട്ടോ നല്ല വെയിലാട്ടോ കുത്തല്ലേ അപ്പൊ ഈ ഐഷക്ക് ഈ ഐഷക്ക് ഉമ്മ പൈസ കൊടുത്തിട്ടോ ഐഷക്കും അതിനോനൊക്കെ പൈസ കൊടുത്തു ഉമ്മ പെരുന്നാൾ പൈസ അപ്പൊ ഐഷക്ക് അതിനോട് മുട്ടായി അങ്ങനെ പറഞ്ഞ് നിലവിളിച്ചിട്ട് വേണേ പോരെ ഞങ്ങൾ പോവാ അവിടെ നിന്ന് നിലവിളിച്ചിട്ട് കേട്ടോ മുട്ടായി വാങ്ങാനെ പീടിയ തുറക്കണ്ട് പീടിയൊക്കെ പൂട്ടിക്കണ് പറഞ്ഞിട്ട് മനസ്സിലാവണ്ടേ ഇതിൻ്റെ അടുക്കത് പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ പിന്നെ ഞങ്ങൾ ഇങ്ങനെ വെറുതെ അവിടെ ഇവിടെ ഇരിക്കലും ഇതൊക്കെ ആയിട്ട് പിന്നെ അങ്ങനെ പോയിട്ടോ അപ്പോൾ പിന്നെ ചിന്നുവിൻ്റെ അടുത്തോലൊക്കെ വന്നു കേട്ടോ അപ്പോൾ ഓൾക്ക് ഫുഡ് കൊടുക്കലും വെള്ളം കൊടുക്കലൊക്കെ ആയിട്ട് പിന്നെ അങ്ങനെ പോയി അപ്പോൾ ഞങ്ങൾ ഇനി ഞങ്ങളെ പെരേക്ക് പോകാനുള്ള ഒരുങ്ങില്ല കേട്ടോ അപ്പോൾ ചിന്നു മാറ്റാൻ പോയിക്കണം കേട്ടോ നുറുക്ക് പോയിന് ചിന്നുവിൻ്റെ അടുത്തോലൊക്കെ കണ്ടിട്ടാടെ അപ്പോൾ ചിന്നു നുറുക്ക് പോയിക്കണേ അപ്പോൾ ഞങ്ങൾ മാറ്റി ഒരുങ്ങി ഞങ്ങളോടക്ക് പോകാട്ടോ അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് അങ്ങനെ ഒടുക്ക് പോകലൊന്നും ഇല്ല കേട്ടോ നമ്മളെ പെരുന്നാൾ വീഡിയോയിൽ അപ്പോൾ ഞങ്ങളോടക്കൊക്കെ പോവുകയാണ് ഇനി എൻ്റെ അവിടെ പോകണം വിചാരിക്കുന്നുണ്ട് കേട്ടോ താത്തൻ്റെ അവിടെ പൊണ്ണൂൻ്റെ അവിടെയൊക്കെ പോകണം കരുതുന്നുണ്ട് നോക്കട്ടെ പറ്റുകയാണെങ്കിൽ പൊണ്ണൂൻ്റെ ഒക്കെ പോകട്ടെ അപ്പോൾ ഐസമ്മോളാണെങ്കിൽ ഉറങ്ങി ചെയ്തത് കേട്ടോ ഞാൻ അതിനെ നീപ്പിച്ച് മാറ്റിയിട്ടൊക്കെ വേണം കേട്ടോ അപ്പോൾ മാറ്റി ഞങ്ങൾ ഒരുങ്ങിയിട്ടൊക്കെ കാണിച്ചു തരാം കേട്ടോ അങ്ങനെതാ എൻ്റെ ഡ്രസ്സ് ഇതാണ് കേട്ടോ ഡെനിയമിൻ്റെ കോഡ് സെറ്റ് അങ്ങനെ ഞാൻ മാറ്റി ചിന്നു പിന്നെ പോയിട്ടോ ചിന്നു മാറ്റിയിട്ട് വീഡിയോ എടുക്കാമെന്നൊക്കെ വിചാരിച്ചിന് പക്ഷേ ചിന്നു പോയി ചിന്നു ചിന്നുവിൻ്റെ കുടുംബക്കാരൊക്കെ വന്നതിനോട് ഓലവിടെ കാത്തിക്കേനി കേട്ടോ അപ്പം പിന്നെ ചിന്നു വേഗം പോയി പിന്നെ വീഡിയോ എടുക്കാനോ ഒന്നിനും സമയം കിട്ടില്ല കേട്ടോ ഞാൻ ആദ്യമായിട്ടാട്ടോ ഷാൾ ഇങ്ങനെ ഇടണ ഈ ഷിമ്മർ ഷാൾ എനിക്ക് ഇഷ്ടമല്ല അപ്പോൾ ഷെമിയാണ് ഇത് വാങ്ങിക്കോ ഇത് എൻ്റെ ഇല്ലാത്ത ഷാളല്ലേ പറഞ്ഞാട് വാങ്ങിച്ചതാട്ടോ ഈ ഷാൾ എനിക്ക് എന്നിട്ട് എന്തോ പോലെ ഇങ്ങനെ എനിക്ക് മുഖം കുറേ ഉള്ളതിനോട് എനിക്ക് മടി അങ്ങനത്തെ ഷാൾ ഇടാൻ കേട്ടോ അപ്പോൾ ഷെമി രസം ഉണ്ടാവും അങ്ങനെ എടുപ്പിച്ചത് തന്നെ എന്നിട്ട് ഇപ്പോൾ മാറ്റിയിട്ടൊരു സുഖം കിട്ടില്ല ഷാൾ ഇങ്ങനെ ആയിട്ട് കിട്ടും അപ്പോൾ നമ്മൾ മാറ്റലൊക്കെ കഴിഞ്ഞ് നമ്മൾ പോവാട്ടോ ഷെമിയും ഐസമ്മോളും കേട്ടോ ഒരു ഫോട്ടോ എടുക്കുകയാണ് ഐസമ്മോളെ ഡ്രസ്സ് ഇതാട്ടോ അവളെ മുടി എങ്ങനെ വാരണം എന്നൊരു ഐഡിയ ഇട്ടില്ല അപ്പം പിന്നെ കുറച്ച് കുഞ്ഞുറുക്കിയൊക്കെ മുന്നിലാണ്ട് കുടിക്കെടുത്തിട്ട് ഇത് ഷെമി ഇത് എൻ്റെത് ഞങ്ങൾ രണ്ടാളും മാച്ചാക്കിയതാട്ടോ ഞാനും ഷെമി അല്ല ഷെമി പാൻറ് ഐസമ്മൂന് മാച്ചാക്കിയതാട്ടോ നല്ല വെയിൽ കേട്ടോ വൈകുന്നേരം വെയിലായതുകൊണ്ട് പിന്നെ കുഴപ്പമില്ലല്ലോ എന്നാലും ചൂടുണ്ടല്ലേ വെയിലിന് ഇപ്പം ഞങ്ങളോടക്ക് പോകട്ടോ ബൈക്കുമല പോണത് ഞങ്ങൾ ഇപ്രാവശ്യം അല്ലെ ഞങ്ങൾ കാറിലാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ നല്ലോണം നേരം വൈകിട്ടാണ് പോണത് ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ല എനിക്കിങ്ങനെ ഷാൾ ഇട്ടിട്ടൊരു കുറവൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇപ്പോൾ ഷെമി അന്ന് രസമുണ്ട് പക്ഷേ ഞാനും ഷെമിയും ഡ്രസ് കോഡാട്ടോ എന്താ പറയാനുള്ളത് പെരുന്നാളായിട്ട് എന്താ പറയാ ഇപ്പോൾ പെരുന്നാളായതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കാട്ടോ റോട്ടിലൊക്കെ ബ്ലോക്കാണ് ഫുള്ള് ബ്ലോക്കാട്ടോ ഞങ്ങൾ പിന്നെ ബൈക്കുമ്മലായതുകൊണ്ട് എങ്ങനെയൊക്കെ രക്ഷപ്പെട്ട് പോകുന്നു കേട്ടോ കാരണം നല്ല ബ്ലോക്ക് ചെയ്യാനിട്ടോ എൻ്റെ ഐസമോള് എങ്ങോട്ടും അല്ല പോകുന്നത് കുഞ്ഞിപ്പെണ്ണിനെ കാണാനാണ് പോകുന്നത് പറഞ്ഞാണ്ട് വന്നതാട്ടോ അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ കുഞ്ഞിപ്പെണ്ണ് ഉറങ്ങാണ് അല്ലേ ഐസമോളെ എന്താ അത് അങ്ങനെതാ പിന്നെ പൊണ്ണൂൻ്റെ അടുത്ത് പൊണ്ണൂന് വാച്ചും ഇതൊക്കെ കാണിച്ചു കൊടുക്കട്ടെ അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ വേഗം ഇറങ്ങിട്ടോ പൊണ്ണൂൻ്റെ അവിടെ നിന്ന് പോയിടത്തുനിന്നൊന്നും ചോറൊന്നും തിന്നില്ല കേട്ടോ അപ്പോൾ കുഞ്ഞാപ്പും ഉണ്ടായിന് ഞങ്ങൾ ചെന്നപ്പോൾ പിന്നെ അവിടെ നിന്ന് വേഗം ജ്യൂസൊക്കെ കുടിച്ചിക്കാണ്ട് വേഗം അവിടെ നിന്ന് ഇറങ്ങിട്ടോ അമ്മായിൻ്റെ അടുക്ക് നമ്മൾ അമ്മായിൻ്റെ അവിടെ നിന്ന് വേഗം ഇറങ്ങി വലിയൊരു ബ്ലോക്കൊക്കെ താണ്ടി പോന്നാട്ടോ ഞങ്ങൾ ബേക്കായോട് കഴിച്ചില്ലായില്ല ഷെമി ഇല്ലെങ്കിൽ പെട്ടീനിപ്പോ ഷെമി ഉണ്ടൂല കേട്ടോ ഷെമിക്ക് ഞാൻ ഇതിലെ കൊണ്ടുപോണേനോട് ഞങ്ങള് അമ്മായിൻ്റെ അടുത്ത് പോവാട്ടോ ഞാൻ പറയണ കേക്കുണ്ടറിയില്ല ബൈക്കുമ്പലായതുകൊണ്ട് ബൈക്കായതുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ട് അതിലെ പോന്നപ്പെട്ടോ നല്ല ബ്ലോക്ക് കാറാണെങ്കിൽ ഇപ്പോഴൊന്നും ഞങ്ങൾ എത്തൂല അപ്പൊ നേരെ അമ്മായിൻ്റെ അടുത്താട്ടോ ഈ പൊണ്ണും അമ്മായിയൊക്കെ ഒരേ റൂട്ടാട്ടോ പക്ഷെ വരൂലെന്നുള്ളൂ അല്ലേ
വരൂല, ഒരേ റൂട്ടാണ്, ദൂരമൊന്നുമില്ല. പക്ഷെ ഞാൻ അങ്ങോട്ട് വരലില്ല, ഒരു പെരുന്നാൾക്ക് വരലില്ല, ഒരു പ്രാവശ്യമായിട്ട് വന്നു. അപ്പം നമ്മൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇപ്പോൾ വരുന്നത്. അപ്പം ഞാൻ അമ്മായിൻ്റെ കൂടെ പോയിട്ട് ഇമ്മൂട്ടിൻ്റെ കൂടി പോകണമെന്നുണ്ട്. ഇമ്മൻ്റെ അനിയത്തിൻ്റെ കൂടെ ടോള് ഈ വൈക്ക് തന്നെ. അപ്പോൾ ചേമ്പി നേരല്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും നമുക്ക് പോയോ. പിന്നെ അത് അമ്മായിൻ്റെ കൂടെ എത്തി. അവിടുന്ന് ഒരു ഗ്ലാസ് ജ്യൂസും കുടിച്ച് അവിടുന്ന് വേഗം ഇറങ്ങി. മുട്ടിൻ്റെ അടുത്തെത്തി. മുട്ടി ബിസ്റ്റൊക്കെ തന്നിട്ടോ, അതൊക്കെ കുടിച്ചാണ്ട് ഇങ്ങനെ ഓല് പോയോ. ബിസ്റ്റൊക്കെ കളിക്കുന്നു കേട്ടോ. അപ്പം മുട്ടിൻ്റെ അടുത്ത് ഇതാ നല്ല ബീഫ് കറപ്പിച്ചതുണ്ട്. അപ്പോൾ ഇത് ചൂടാക്കി തരാണ്. അപ്പം അതും കൂടി തിന്നിട്ട് പോവരുതിക്ക. ഇത് മാത്രം മതി, ഒരു സാസർക്ക് ഇട്ടാളാ. ബീഫ് മാത്രം തിന്നാ ഇറച്ചേനെ കേട്ടോ. അപ്പോൾ ഓളിതാ ചോറും കൂട്ടാനൊക്കെ കൊണ്ടുവന്ന് കുറച്ചധികം തിന്നൂല. കുട്ടിന്റെ മൂച്ചിമൊന്നും മാങ്ങിയും പറിച്ചിട്ടുണ്ട്. പോണ പോക്കല് കറ ഉണ്ടാവൂലേ അമ്മ? ഇനി നടക്കുമേത്താക്കണ്ടോ. ഫൈനലി നമ്മളോട് എത്തി, എല്ലായിടത്തും പോയി. ലാസ്റ്റ് ഞങ്ങൾ ഇവിടെ എത്തിട്ടോ. ഇവിടെ എത്തി വന്നപ്പോൾ തന്നെ ജ്യൂസൊക്കെ കിട്ടി. കുറേ ആൾക്കാരുണ്ടായി കേട്ടോ. അപ്പോൾ എല്ലാം നിറച്ചും ആൾക്കാരുണ്ടായിന്. അപ്പം പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല. മരിയോളും ഞാൻ എൻ്റെ നാത്തൂൻ്റെ ഫാമിലിയും ഒക്കെ ആയിട്ട് കുറേ ആൾക്കാരുണ്ടായിന്. അപ്പം പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. പിന്നെ ഓലൊക്കെ പോയി. അപ്പോൾ വന്നണേ മോളി വന്നണോ വെച്ചിട്ടുണ്ട് കേട്ടോ മേലോർത്തുനിന്ന്. അപ്പോൾ ഇന്ന് ഫുഡ് എന്താ അമ്മാൻ്റെ എന്നൊക്കെ ഞാൻ കാണിച്ചിട്ട് വന്നപ്പോൾ എനിക്ക് ജ്യൂസൊക്കെ തന്നു കേട്ടോ. പായസവും ഉണ്ട് പറഞ്ഞ്. പായസം ഷെമി സ്ഥലമല്ലോ പറഞ്ഞാണ്ട് അവിടെ കുത്തിർക്കുന്നുണ്ട്. ഷെമിക്ക് എത്തും വേണ്ടാന്നാണ് പറയുന്നത്. ഞങ്ങൾ മുട്ടിനൊന്ന് അടിപൊളി ബീഫ് കിട്ടോളാം, അതൊക്കെ തിന്ന് എടുപ്പോൾ സ്ഥലമല്ലോ എന്ന് പറയുന്നുണ്ട് ഷെമി. അപ്പം മറ്റേ ചെറുപ്പയർ പരിപ്പില്ല, അതിൻ്റെ പായസം ഞാൻ കുറച്ച് കുടിച്ച് നോക്കി. നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷെ തോനെ കുടിച്ച സ്ഥലമില്ല. എല്ലായിടത്തും പോകുമ്പോൾ ഇവിടുന്ന് എത്ത് തിന്നാതെ പോരാനും പറ്റൂല. പിന്നെ തരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് തിന്നണ്ടേ അരച്ചിട്ട് തിന്നുകയും ചെയ്യും. അപ്പം ഉമ്മാൻ്റെ എന്തൊക്കെയാണ് ഫുഡ് എന്നൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതിലേക്ക് സംഭവങ്ങളൊന്നും ചേർത്തില്ല കേട്ടോ. ഇത് നമ്മളിങ്ങനെ തിന്നുമ്പോൾ ചേർക്കാന്ന് വിചാരിച്ചിട്ട് ഇതിക്കണ്ടോ അധികം ഒന്നും ചേർത്തിട്ടില്ല. ഇതിക്ക് ഇനി കുറേ സാധനങ്ങൾ ചേർക്കാണ്ട്. ഇതിക്ക് ചേർക്കാനുള്ളതൊക്കെ ഇവിടെ ഇതിലേക്ക് ചേർക്കാനുള്ള കടിയിലാണ് പറ്റിയാൽ പറയുന്നത്. ഇത് തുറക്കുന്നു. ഇതൊക്കെ അതിക്ക് ഇടാനുള്ളതാട്ടോ. ഇത് ഇങ്ങനെ സെപ്പറേറ്റ് വെച്ചതാണ്, വേറെ വെച്ചതാട്ടോ. കാരണം ഇത് നട്ട് തിന്നുമ്പോൾ ഇട്ടാണ്ട് മിക്സ് ചെയ്യാന്ന് കരുതിയിട്ട്. പിന്നെ ഇതിലിപ്പോൾ ഇത് ബിരിയാണി കേട്ടോ. ബിരിയാണി. ഇത് ചിക്കൻ കടായി. ഉമ്മച്ചി ഞങ്ങൾ വരുന്നതിന് ഉണ്ടാക്കിയതാണ്. അപ്പോൾ നോക്കുമ്പോൾ ഞങ്ങൾക്ക് സ്ഥലമില്ല, ഞങ്ങൾ തന്നെ ഉള്ളു വരാനും. ഇപ്പം ഉമ്മച്ചീൻ്റെ അടുത്തോലൊക്കെ വന്നിക്കണം കേട്ടോ. അപ്പോൾ ചിക്കൻ കടായി. അയ്യാ മോനെ ഏതൊക്കെ ബീഫിനെ കണ്ടോ നല്ല ഇങ്ങനെ ഷെമി രാവിലെ പറഞ്ഞിനി ബീഫിനെ പൊരിച്ചണം കേട്ടോ ഉമ്മാനോട്. അപ്പോൾ ഇതാ ഷെമ്മച്ചി ബീഫൊക്കെ നല്ല പൊരിച്ച് സെറ്റാക്കിന കേട്ടോ. പിന്നെ നമ്മൾ പൈനാപ്പിൾ ജ്യൂസാണ്. ഇതാണ് കേട്ടോ ഉമ്മച്ചീൻ്റെ പായസം. അമ്മ ഉരുളിയിലൊക്കെ പായസം ഉണ്ടാക്കിയത്. അപ്പോൾ കണ്ടോ നല്ല അടിപൊളി പായസം, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ചോറും കടായി എങ്ങനെ ഉണ്ടെന്ന് അറിയില്ല. പായസം ജ്യൂസൊക്കെ അടിപൊളിയാണ് കേട്ടോ. ബീഫ് കണ്ടിട്ട് പൊളിയാണെന്ന് തോന്നുന്നുണ്ട്, തിന്നിട്ടില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പെരുന്നാൾ വീഡിയോ. പിന്നെ ചിന്നുവിൻ്റെ അടുക്ക് അങ്ങനെ പോയിട്ട് അതൊന്നും വീഡിയോ എടുക്കാനൊന്നും കഴിഞ്ഞില്ല കേട്ടോ. കാരണം ഒരു തിരക്ക് പിടിച്ച് പോയത്. ഞാൻ ഒരു പോണതങ്ങനെ നോക്കിയൊക്കെ നിന്നതിന് പക്ഷേ വീഡിയോ എടുക്കണമെന്ന് അപ്പോൾ ഓർമ്മയില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഡ്രസ്സ് എനിക്ക് ഭയങ്കര മടിയുണ്ടായി കേട്ടോ ഇത് ഇടാനൊക്കെ ആയിട്ട്. പെട്ടപ്പോൾ എല്ലാവരും രസമുണ്ടെന്നൊക്കെ പറഞ്ഞ്. അതേപോലെ ഈ ഷാള് ആദ്യമായിട്ട് വാങ്ങണം. ഞാൻ ഇങ്ങനത്തെ ഷാള് വാങ്ങലില്ല. എനിക്കിങ്ങനെ എന്തോ മടിയത് ഇടാൻ. ഇത് ഇങ്ങനെ നിൽക്കൂലേ. അപ്പോൾ എനിക്ക് എന്തോ ഒരു മടിയത് ഇടാൻ. അപ്പോൾ ഷെമി ഇങ്ങനത്തെ ഒറ്റ ഷാളും ഇല്ലല്ലോ, ഇത് എടുക്കാനാണ്ട് എടുപ്പിച്ചതാണ്. അപ്പോൾ എല്ലാവരും രസമുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നിങ്ങളും കൂടി പറയും എങ്ങനെ ഉണ്ട് എന്നൊക്കെ കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞങ്ങളെ വീഡിയോ. ഷെമിയും ഐസമോളൊക്കെ കണ്ടു കേട്ടോ വാപ്പൻ്റെ അടുത്ത്. അതാ പിന്നെ ഇന്നലെ നമ്മൾ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. ഫുഡ് കഴിക്കണമെന്ന് എടുത്തില്ല. പിന്നെ എല്ലാവരും ഉണ്ടായിട്ടോ. മേലോർത്തെ ഓലൊക്കെ വന്നിട്ടോ, മക്കളും എല്ലാവരും ഉണ്ടായിട്ടോ. പേരെ നിറച്ചു ആൾ നല്ല രസം ഉണ്ടായിട്ടോ ഇന്നലെ. അപ്പോൾ പിന്നെ ആ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. അപ്പോൾ ഫുഡൊക്കെ അടിപൊളി കേട്ടോ. ഉമ്മച്ചിൻ്റെ ചോറും ബീഫൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിനി. അപ്പോൾ അതൊക്കെ തിന്ന് പിന്നെ ഞങ്ങൾ 1 മണിയൊക്കെ അതിന് ഞാനും ഉമ്മച്ചി ഉറങ്ങിയപ്പോൾ കേട്ടോ. പിന്നെ കുറേ പാത്രം കഴിക്കാനൊക്കെ ഉണ്ടായിനി. അതൊക്കെ കഴിക്കുക അങ്ങനെ സമയമൊക്കെ പോയി. പിന്നെ കുറച്ച് നേരം വർത്താനം പറഞ്ഞിരുന്നു. 1 മണിയായിട്ട് ഞങ്ങൾ ഉറങ്ങിയപ്പോൾ പൊണ്ണു പ്രാവശ്യം വന്നില്ല കേട്ടോ. ഓളോടൊക്കെ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കേനി, ഓള് വന്നില്ല. അപ്പോൾ വൈൻഡപ്പ് ചെയ്യാൻ കഴിഞ്ഞില്ല കേട്ടോ. അപ്പോൾ ഇന്നലത്തെ വീഡിയോ അപ്പോൾ ഒന്ന് നേരെ വെളുത്തിട്ടാണ് വീഡിയോ വൈൻഡപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ വീഡിയോ എങ്ങനെ ഉണ്ടെന്നൊക്കെ കമൻറ്റ് ഇടുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്താണെന്നൊക്കെ പറയുക. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കാണിച്ചു തരാൻ. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റാ ബൈ ബൈ.